കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സിഇഒ ഈ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എക്സസീവ് ആയിട്ടുള്ള ട്രോഫി ഒബ്സഷൻ പാടില്ല എന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ലോകത്തിലുള്ള ഒരു രാജ്യം അവര് പട്ടിണിയിലാണ്. അപ്പൊ അവരുടെ ഭരണാധികാരി വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ആഹാരത്തിനോട് ഒബ്സഷൻ പാടില്ലെന്ന്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ട്രോഫി ഇല്ലാത്ത ഒരേ ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നിട്ട് ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഫാൻസ് ഉള്ള ഒരു ക്ലബിന്റെ ആരാധകര് ഒബ്സഷൻ പാടില്ലെന്ന്. ഇവരൊക്കെയല്ലേ ടീമിന്റെ തലപ്പത്തുള്ളത്? നന്നായി വരും. എന്താണെങ്കിലും ഇന്നലത്തെ ഒരു മത്സരം കഴിഞ്ഞോടുകൂടി ചില ഫാൻസ് ഇത്രയും നാള് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്തവർ പോലും എതിരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ആംചെയർ വാരിയേഴ്സ് ആക്കിയിരുന്നല്ലോ കുറെ ഫാൻസിനെയൊക്കെ, അവർ തന്നെ തിരിച്ച് കുത്തി തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം, ഓരോരുത്തരുടെ കമൻസും അല്ലാത്തതൊക്കെ കാണുമ്പോൾ സന്തോഷം, ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് ഇപ്പോഴും ചില ആളുകളൊക്കെ ഇടുന്ന കമൻസ് കാണുമ്പോൾ തോന്നുന്ന ഒന്ന് അർജന്റീനയുടെ 36 വർഷത്തെ കാത്തിരിപ്പ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ളത് പറയുന്നത് കാണാം. അതുപോലെ തന്നെ ബ്രൂസിയ ഡോട്ട്മണ്ടിന്റെ വർഷങ്ങളുടെ കാത്തിരിപ്പ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ടൂർണമെന്റാണ് വേൾഡ് കപ്പ് എന്നൊക്കെ പറയുന്നത്. അവിടെ 200ഓളം രാജ്യങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ക്വാളിഫയേഴ്സിലൊക്കെ അടക്കം. അവിടെ നിന്നാണ് ഒരു ചാമ്പ്യൻ ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും വർഷത്തെ ചരിത്രമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാട് 8 രാജ്യവും മറ്റുമാണ് വേൾഡ് കപ്പ് വിൻ ചെയ്തത്. അപ്പോൾ അർജന്റീനയുടെ ചരിത്രം എടുത്ത് അവർ 36 വർഷങ്ങൾക്ക് മുമ്പ് 2 വട്ടം വേൾഡ് കപ്പൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഡോട്ട്മണ്ടിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഡോട്ട്മണ്ട് 47 വർഷം മറ്റോ കഴിഞ്ഞിട്ടാണ് അവരുടെ ഫസ്റ്റ് ട്രോഫി ഇടുന്നത്. പക്ഷേ സ്റ്റിൽ അവർ ഒരു ബോട്ട്ലെസ് ക്ലബ് എന്ന നിലയിൽ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിൽ സംശയമൊന്നുമില്ല. അവർക്ക് അവരുടെ ക്ലബിലൂടെ നല്ലൊരു പ്ലെയർ എമർജ് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, ആ പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അവർക്കും ട്രോഫി ഇല്ലാത്തത്. പിന്നെ അവരുടെ ഫാൻസും അതുമായിട്ടൊക്കെ യൂസ്ഡ് ആയിട്ടും ഉള്ള രീതിയാണ്. എത്ര വട്ടം ഇപ്പം മുമ്പ് ബുണ്ടസ് ലീഗയിലൊക്കെ ട്രോഫി വിൻ ചെയ്യുന്നു എന്ന സാഹചര്യത്തിൽ പോലും വന്നിട്ട് ബോട്ടിൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ. അപ്പം ഇവരെ ഒന്നും ഒരിക്കലും ഒരു മാതൃകയാക്കി എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. സോ നമ്മളെപ്പോഴും ഒരു കാര്യം ആലോചിക്കുക, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എല്ലാ ക്ലബ്ബുകളും കളിക്കുന്നവർ ട്രോഫി ഉള്ളവരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കളിക്കുന്ന പഞ്ചാബും മുഹമ്മദനാണെങ്കിൽ അവർക്ക് ഐ ലീഗിലെങ്കിലും ട്രോഫി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് മാത്രമായിരുന്നു ഇല്ലായിരുന്നത്, അവരിപ്പോൾ ഡുറൻ കപ്പും വിൻ ചെയ്തു എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇന്റർനാഷണൽ ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വർഷത്തിൽ 4 ട്രോഫീസ് വിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്. ISL കപ്പ്, ഷീൽഡ്, ഡുറൻ കപ്പ്, സൂപ്പർ കപ്പ്, അങ്ങനെയൊക്കെ. അതിലൊരു ട്രോഫി പോലും നേടാൻ സാധിക്കുന്നില്ല. ഈ 11ാമത്തെ വർഷവും ഇങ്ങനെ പോകുന്ന സമയത്തും എന്ന് പറയുന്നത് ഒരു പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഫാൻസിനോട് വന്നിട്ട് പറയാണ് ട്രോഫി ഒബ്സഷൻ പാടില്ല എന്നുള്ളത്. ഇവന്മാരൊക്കെ എന്താ വിളിക്കേണ്ടത് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ബംഗളൂരു FC ആരാധകർക്ക് മനസ്സിലായി, അവരുടെ ബാനർ ഉണ്ടല്ലോ ഇന്നലെ പൊക്കിയ കറക്റ്റ് കാര്യമാണ്. ഇത് അവർക്ക് മനസ്സിലായി, എന്നിട്ട് പോലും ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? എന്നിട്ട് പറയണം ഒബ്സഷൻ പാടില്ല എന്ന്. കൺട്രോൾ ചെയ്യാം. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഒബ്സഷൻ വേണ്ടത് ചിപ്സിനോടും സോഡയോടും അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇമോഷണൽ ബീജിയം കുത്തിക്കയറ്റി റീലിടുന്നതിനോടൊന്നും അല്ല. വിജയങ്ങളോടും ട്രോഫികളോടും റൈവലറി മത്സരങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കാണിക്കുന്ന ഇൻറ്റൻറ്റിനോടും ഒക്കെ തന്നെയാണ് ഞങ്ങൾക്ക് പാഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ട്രാവൽ ചെയ്തിട്ടൊക്കെ ഈ ബാംഗ്ലൂരും ഒക്കെ പോയിരുന്നത്. അവരൊന്നും വലിയ പൈസ ഒന്നും ഉണ്ടായിട്ടൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ തണുപ്പത്തൊക്കെ ആയിരിക്കും കിടന്നിട്ടുണ്ടാകുക. ആ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ തണുപ്പിനൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നുണ്ട്. ഇത് എന്തായിരിക്കും അവരുടെ ഫീലിങ്സ് എന്നൊക്കെയാണുള്ളത് ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നിട്ട് പറയാം ഒബ്സഷൻ പാടില്ലെന്ന്. ഇനി കോച്ചിന്റെ കേസ് പറയാം. നമ്മുടെ ഡിഫൻസീവ്ലി ഉള്ള സ്റ്റെബിലിറ്റി പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കോച്ചിനും പ്രശ്നങ്ങളുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നിരന്തരം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഫിക്സ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉറപ്പായിട്ടും കോച്ചിനുണ്ട്. ഇപ്പോൾ പ്ലെയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഒക്കെ സംഭവിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കോച്ച് സീസൺ വന്ന സമയത്ത് പറഞ്ഞാലോ നമുക്ക് നല്ല സ്ക്വാഡ് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഒരുവിധം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു മത്സരത്തിൽ വളരെ കുറച്ചായിട്ടായിരിക്കും ഒരു ഡിഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ടാകുക. നമ്മുടെ ഇന്നലത്തെയൊക്കെ മത്സരത്തിൽ, കഴിഞ്ഞ കുറച്ചധികം മത്സരങ്ങളായിട്ടുള്ള മത്സരങ്ങളിലേക്ക് നമ്മുടെ ബെഞ്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് 4-5 പ്ലേയേഴ്സൊക്കെ ഡിഫൻസീവ് പ്ലേയേഴ്സ് ആയിരിക്കും. അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ചിലപ്പോൾ 1-2 പേര് കാണത്തുള്ളൂ. ഇതാണ് നമ്മളുടെ ഒരു സ്ക്വാഡിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ല എന്തുകൊണ്ട് ഇപ്പൊ ചേഞ്ചസ് പോലും എഫക്റ്റീവായിട്ട് വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു കാരണം എന്താണ്? സത്യം പറഞ്ഞാണ്ടല്ലോ, ചില ടീമിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഇത്തവണ കപ്പ് എന്തായാലും അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് ഇപ്പം വരുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഒരു റീൽ കാണാനിടയായി, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അൺലക്കി ക്ലബ്ബാണെന്നുള്ളത്. അൺലക്കി ആയിട്ടുള്ള ക്ലബ്ബല്ല, അൺലക്കി ആയിട്ടുള്ള നമ്മൾ ഫാൻസാണ്. ഫാൻസിനോട് നീതി പുലർത്താത്തിടത്തോളം കാലം നമ്മളിങ്ങനെ സഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്താൽ സനിയ.